അമ്മാ കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ ചേർന്ന് നിന്നാട്ടേ. അമ്മാ എവിടെ പോയി കിടക്ക്? നീയാണോ അമ്മ? ഞാൻ വേറെ കാര്യം പറയാൻ വേണ്ടി വന്നാ. എന്ത് കാര്യം? നിങ്ങൾ കല്യാണത്തിന് പോയി തിരിച്ചു വരുമ്പേ ആ ഏജൻസിയിൽ ഒന്ന് കയറണം. സൗകര്യപ്പെടുകയില്ല. സൗകര്യമില്ല. ഈ ഡോക്യുമെന്റ്സ് അവിടെ കൊടുത്തിട്ട് പൈസ അടക്കണം. എന്നെ കൊണ്ട് പറ്റില്ല. മോളല്ലേ ഒന്ന് ശരിയാക്കിട്ടോ. എന്താ ഓട്ടം ചെയ്യാ? അതിനകത്തോട്ട് പോയി പൈസയും വെക്കുന്നുണ്ടേ. പൈസ പൈസ വേണ്ട 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 വേണ്ട, കയ്യിൽ വെക്കുന്നില്ല, ഞാൻ കവറിൽ വെച്ചോളാം. അമ്മ എവിടെ? അച്ഛൻ ചെരുപ്പ് കിട്ടിയാ? ആർക്കറിയാം. ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു നീ പോകുന്ന കൂട്ടത്തിൽ ഞാനും വരുന്നുണ്ടെന്ന്. ഇനി നിങ്ങളാരും ഒന്നും പറയാൻ നിൽക്കണ്ട. ഇനി അതിന്റെ പേരിൽ ബലു ഒന്ന് കുറച്ച് ഇവിടെ പ്രശ്നം ഉണ്ടാക്കണ്ട. അമ്മ ഇപ്പൊ വരും. എന്തേ നിനക്ക് എന്തൊരു സന്തോഷം അത് പറഞ്ഞപ്പോ? ഇപ്പൊ വരും, കണ്ടോ. ഇവിടെ എന്തോ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടാ. അമ്മ ഞാൻ തന്നെ എടുത്തിട്ടോളാം, നീ ഒന്നും പിടിക്കണ്ട. അതാണ് ഗതി. നോക്കുന്നില്ലല്ലോ. അമ്മ പിടിക്ക്. ഇതിനെന്താ ഈ ചെരുപ്പിന് കുഴപ്പം? ഈ ചെരുപ്പിട്ട് അച്ഛമ്മക്ക് നടക്കാൻ പോലും പറ്റില്ല. നടക്കാനല്ല, ഞാൻ ഓടി കാണിച്ചിട്ടെ. കണ്ട് ഇപ്പൊ തലയും തല്ലി വീഴുന്ന ഞങ്ങൾ അത് ഇവിടെ തട്ടിട്ടാളാ. അമ്മ അമ്മ രണ്ടടി ഒന്ന് നടന്നേ, ഞാൻ ഒന്ന് കാണട്ടെ. അടിപൊളി ഫാഷൻ ഷോട്ട് പിള്ളേര് നടക്കുന്ന പോലെ ഉണ്ട്. നീ അമ്മയെ കൊണ്ട് ഈ വേഷം എല്ലാം കിട്ടിച്ചല്ലേ? അല്ല ഒരിക്കലും ഞാൻ, പക്ഷെ ചെരുപ്പിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. നല്ല ഭംഗിയുണ്ട്, പാടത്ത് കോലം വെച്ച പോലെ. അല്ല ഇതിപ്പോ എവിടെ നിന്ന് കിട്ടി? അതെ, നിന്റെ സരിതാപ്പച്ചിയുടെ മോളുണ്ടല്ലോ, അത് ഇന്നാൾ ഇവിടെ വന്നപ്പോ അവള് ഊരിയിട്ടു പോയതാ. നന്നായി. എങ്ങനെയുണ്ട്? ഇത് ഇട്ടോണ്ട് പോണേലും ഭേദം അച്ഛമ്മ പോകണ്ടിരിക്കണതാ. കറക്റ്റ്. അയ്യോ എന്താടാ ഈ ചെരുപ്പിന് കുഴപ്പം? അമ്മ ഈ ചെരുപ്പിട്ട് തന്നെ പോയാ മതി. അമ്മ കല്യാണത്തിന് അമ്മയായിരിക്കും താരം. അമ്മ തന്നെ ആയിരിക്കും താരം. ഇതുപോലെ വിഡ്ഢിവേഷം കിട്ടിയ വേറെ ആരും ഉണ്ടാവില്ല. നിന്റെ കുശുമ്പാടാ ഞാൻ ഇങ്ങനെ ഒരുങ്ങി നടക്കുന്നതില്. എന്തോ ആവട്ടെ, വണ്ടിയിലോട്ട് കയറി നമുക്ക് പോവാം. മാറിക്കടി. പൈസ ഇതിനകത്ത് കാണുന്നില്ലല്ലോ. പൈസ അതിന് വെച്ചിട്ടുണ്ട്. ഇത് സരിതപ്പിച്ചിന്റെ മോളുടെ ചെരുപ്പൊന്നല്ല കേട്ടാ, പുത്തൻ ചെരുപ്പാ. അതെങ്ങനെ എനിക്കറിയുന്നേ? അത് കണ്ടറിഞ്ഞൂടെ? എന്തോ ഓൺലൈനിന്ന് ബുക്ക് ചെയ്തതാണ്. ഡേഡി നീ അമ്മേനെ അധികം അങ്ങ് കുറ്റം പറയണ്ട. അല്ല എന്നാലും അച്ഛമ്മ എങ്ങനെ ഓൺലൈനിന്ന് ബുക്ക് ചെയ്യാനൊക്കെ പഠിച്ചേ? നിന്നെക്കാട്ടി കുറെ ഓണം എന്റെ അമ്മ ഉണ്ടതാ ഡയലോഗ്. ഇപ്പൊ എന്താ അമ്മായിമ്മോട് ഇത്ര സ്നേഹം? എടാ സഞ്ജു, എത്ര നേരായിടാ ഇവര് പോയിട്ട്? ഫോണ് വിളിച്ചിട്ടും എടുക്കുന്നില്ലടാ. ഞാനൊരു ബലമായ സംശയം പറയട്ടെ. അച്ഛനല്ലേ കൂടെ പോയേക്കുന്നേ? അച്ഛനെ പൈസ കൊണ്ട് മുങ്ങി കാണോ? അച്ഛമ്മയോ? അച്ഛമ്മനെ ആ വഴിയെല്ലാം കൂടെ തള്ളി കാണും. മിണ്ടാതിരിക്കടാ, അതാണ് വരുന്ന. തുറന്നേ. അയ്യോ അമ്മക്കെന്നാ പറ്റിയത്? പറയാം. പതുക്കെ മാറിക്കേടാ മക്കളെ. പിടിച്ചിറക്കി. എന്നാ പറ്റിയേ? നീയല്ലേ കെട്ടി എഴുന്നള്ളിച്ച് ചെരുപ്പം കൊടുത്തു വിട്ടത്? അതേന്ന് പടക്കമെന്ന് പറഞ്ഞ് വീണു അമ്മ അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്. എന്നിട്ട് മുഴുവൻ തുന്നലും ഒക്കെ ആയിട്ട് കിടക്കുക. അടിപൊളി. എന്നിട്ട് നിങ്ങൾ എന്താ എന്നേരം തന്നെ എന്നെ വിളിച്ചു പറയാഞ്ഞേ? എടി ഇത് ഒരു കുടം ചോരയായി മൂക്കിൽ നിന്ന് ഇറങ്ങിയത്. ഇത് കണ്ട് എന്റെ ബോധം പോയി. അവസാനം അമ്മയ്ക്ക് ബോധം വീണ് കഴിഞ്ഞിട്ട് എനിക്ക് ബോധം വീണത്. പിന്നെ അങ്ങനെ വിളിക്കാനാ? നടന്നേ. സർട്ടിഫിക്കറ്റ് മിണ്ടരുത്. ആ കേശോ
ആ നിനക്ക് കാശാണല്ലോ പ്രധാനം. ദേ ക്യാഷാ ഈ കാണുന്നത്. പൈസ മുഴുവൻ ഹോസ്പിറ്റൽ എന്തോടെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഇത്. അത് പൈസ ആശുപത്രിയിൽ പോയി. നേരെ നേരെ മക്കളെ ആ ചെരുപ്പിങ് എടുത്തോണ്ട് പേഴ്സും മരുന്നും വണ്ടിക്കകത്ത്. മരുന്നെല്ലാം എടുക്കണേ. അമ്മ അധികം ഒന്നും പറയണ്ടമ്മ. നടക്ക് നടക്ക് നടക്ക്. അമ്മ അങ്ങോട്ട് നടന്നു. ഞാൻ പറഞ്ഞത് ആ ചെരുപ്പിട്ടിട്ട് പോവണ്ടെന്ന്. അച്ഛമ്മക്ക് ഇങ്ങനെ പറ്റിയിരിക്കുമ്പോഴാണ് ചേച്ചിയുടെ UK പോക്കുന്ന കാര്യം. സെൽഫിഷ് ഇവള് എന്തൊരു ദുഷ്ടി ഇവള്. കേറിപ്പോടാ. അലച്ചേല് വീണ്ടും ചെരുപ്പ് പറക്കാറായില്ല. ഞാൻ പറഞ്ഞതല്ലേ ഇത് ഇടണ്ടെന്ന്. ഇവളല്ലേ പറഞ്ഞത്. അന്നേരം ആ നിങ്ങൾ അന്നേരം അമ്മായിമ്മ അതിനുള്ളിൽ തുന്നിയതൊക്കെ തെറിച്ചു വീഴും. ജ്യൂസ് എടുക്കട്ടെ, കുറച്ച് കുടിക്ക. ജ്യൂസ് അമ്മേ, അമ്മേ ജ്യൂസ് കുടിക്കാം. ഞാൻ കോരിത്തരാം. ഞാൻ കോരിത്തരാം. 2 പ്രാവശ്യം കുടിക്കാം. മരുന്നൊക്കെ കഴിക്കേണ്ടതല്ലേ? ഇല്ല 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 ഇല്ല. 2 വട്ടം കൂടി. ഒരു പ്രാവശ്യം. മതി മതി മതി. ബാക്കി കുറച്ചും ഷെൽഫാ എന്നാ തുറക്കാനോ? ഇനി എന്താ വേണ്ടമ്മേ? പൈസ മധുവിന് കൊടുക്കാനോ? ഏജൻസിയിൽ അടക്കാനോ? അപ്പൊ അമ്മയുടെ അടുത്ത് വേറെ പൈസ ഉണ്ടായിരുന്നോ തരാൻ? അല്ല, ഹോസ്പിറ്റലിൽ 25,000 ഫുള്ള് ചെലവായി. നീ പൈസയൊക്കെ വഴിയും പോകും. നീ കൊണ്ട് കൊടു. അത് ഇത് ഞാൻ മോക്ക് കൊടുത്തിട്ട് വരാം. മുഴുവനാക്കി കൊടുത്തേക്കണം കേട്ടോ. മധുവേ